Hello everyone, welcome to Build On Developers Home Tour Series. ഇന്ന് നമ്മളുള്ളത് ബിൽഡ് ഓണിന്റെ ദ ക്ലൗഡ് വില്ല എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ്. ഇവിടെ ഏറ്റവും അടുത്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ്. ഈ പ്രോജക്റ്റിലെ എല്ലാ വില്ലകളുടെയും എലവേഷൻ ഒരേപോലെയാണെങ്കിലും ഇൻസൈഡ് ആർക്കിടെക്ചറൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. ഇതൊരു 3BHK വില്ലയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും അതേപോലെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ ഈ ഒരു സിമന്റ് ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു വില്ലയുടെ ഡിസൈനെ വളരെ മനോഹരമാക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ജെറ്റ് ബ്ലാക്കിന്റെ ലെതർ ഫിനിഷുള്ള ഗ്രാനൈറ്റ് ആണ്. അതേപോലെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഷൂ റാക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വില്ലയുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഈ ഒരു ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ചെറിയ ഗ്രൂവിങ്സ് ആണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ഡോറിന്റെ ടോപ്പ് വശത്ത് വെന്റിലേഷൻ ഫ്രെയിമും 4 സൈഡിലും പാനലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയർ വിശേഷങ്ങൾ കാണാം. മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ ആദ്യം എത്തുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു വോളിലാണ് നമ്മൾ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് വുഡൻ ഷെയ്ഡിലുള്ള ഒരു ലാമിനേറ്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് എത്തുന്നത് ഒരു ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രൈവസിയോട് കൂടെ സിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിച്ചണോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസും വന്നിട്ടുള്ളത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡ് ഏരിയയും ഈ ഒരു വില്ലയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് കോർട്ട്യാർഡ് ഏരിയ വന്നിരിക്കുന്നത്. അതിൻ്റെ ആക്സസിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് UPVCയുടെ സ്ലൈഡിംഗ് ഡോർസ് ആണ്. ഈ സ്റ്റെയർ കേസിൻ്റെ അണ്ടർ ഏരിയ നോക്കിയാൽ അറിയാം, വളരെ നന്നായി തന്നെ ഈ ഒരു ഏരിയ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടൊരു വാനിറ്റി ബോക്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻസിൽ നമ്മളൊരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർ സർക്കുലേഷന് വളരെയധികം പ്രാധാന്യം നൽകി തന്നെയാണ് നമ്മൾ ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ എല്ലാ വിൻഡോസും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫെനസ്റ്റ ബ്രാൻഡിൻ്റെ UPVC കേസ്മെൻറ്റ് വിൻഡോസ് ആണ്. ഇതാണ് ഈ വില്ലയുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ്സിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വാർഡ്രോബ് യൂണിറ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഇവിടെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ബെഡ് യൂണിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ടൈമിൽ മാത്രം നമുക്ക് അൺഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാം. കന്നിമൂലയായ സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലും വൈറ്റ് ആൻഡ് വുഡൻ കോംബോ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഐലൻഡ് കിച്ചണാണ് കസ്റ്റമർ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലെല്ലാം തന്നെ നല്ല രീതിക്ക് സ്റ്റോറേജ് സ്പേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ലൈറ്റ് വുഡൻ ഷെയ്ഡ് ആൻഡ് വൈറ്റ് ആണ്. അതേപോലെ കൗണ്ടർ ടോപ്പ് ഭാഗത്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ ടോപ്പാണ്. അപ്പർ ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു വുഡൻ സ്റ്റെയർ കേസ് തന്നെയാണ്. ഹാൻഡ് റെയിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസും അതേപോലെ അതിൻ്റെ ടോപ്പിൽ വന്നിരിക്കുന്നത് വുഡ് തന്നെയാണ്. ഈ ഒരു ടോട്ടൽ വീടിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാൽ അറിയാം, ഒരു സോഫ്റ്റ് കണ്ടംപററി ഡിസൈനാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ബേ വിൻഡോ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഏരിയയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് തന്നെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ സ്റ്റഡി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ ഒരു ബുക്ക് ഷെൽഫും ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോയാൽ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നോക്കിയാൽ കാണാം, ഒരു ബേ വിൻഡോ സീറ്റിംഗ് സ്പേസ് ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. HD HMR മെറ്റീരിയലിൽ CNC കട്ടിങ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. PU പെയിന്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വാർഡ്രോബ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വില്ലയിൽ എല്ലാ ബെഡ്റൂംസിനും യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ലാമിനേറ്റഡ് ഡോർസ് ആണ്. ജാക്ക് വുഡിൻ്റെ വൈറ്റ് ലാമിനേറ്റഡ് ഡോർസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫുൾ ഹൈറ്റിൽ ഒരു മിറർ യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ടാണ് ഈ ഒരു സ്പേസും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്. വൈറ്റ് ഫൈബർ ഡോർസ് ആണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ വളരെ മനോഹരമായിട്ടൊരു വാർഡ്രോബും ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു ആക്സസ് കൂടെ വരുന്നുണ്ട്. ഇതാണ് ഈ വില്ലയുടെ ഒരു മെയിൻ ബാൽക്കണി ഏരിയ വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിലേക്ക് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നും അതേപോലെ ബെഡ്റൂമിൽ നിന്നും ആക്സസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ഒരു മെസ്സനൈൻ ഫ്ലോർ കൂടെ വരുന്നുണ്ട്. നമുക്ക് പ്ലാന്റ്സും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്.
1721 സ്ക്വയർ ഫീറ്റിലാണ് ബിൽഡോന്റെ ഇൻഹൗസ് ആർക്കിടെക്ട് ടീം ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങളും അതേപോലെ വാസ്തു കണക്കുകളും ഒരുമിപ്പിച്ച് സ്പേസ് ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെയാണ് ബിൽഡോന്റെ ഇൻഹൗസ് ആർക്കിടെക്ട് ടീം ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത്. അടുത്തൊരു വില്ലയുടെ ഹോം ടൂർ വിശേഷങ്ങളുമായി കാണുന്നവരേക്കും ബൈ.